നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ, കാഞ്ഞങ്ങാട്. പൗരത്വ നിയമ ഭേദഗതി നിയമം 2024 പ്രാബല്യത്തിൽ വന്നു. പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചു. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് പീഡനം അനുഭവിക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണ് നിയമമെന്നും അഭയാർത്ഥികൾക്ക് പുനരധിവാസത്തിനുള്ള നിയമ തടസ്സങ്ങൾ നീങ്ങുമെന്നും വിദ്യാഭ്യാസം നേടാനും വ്യാപാരം സ്വാതന്ത്ര്യത്തിനും വസ്തുവകകൾ വാങ്ങാനും പൗരത്വം നേടുന്നവർക്ക് അവകാശമുണ്ടാകുമെന്നും സർക്കാർ പറയുന്നു. ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കാണ് പൗരത്വം ലഭിക്കുക. ഈ വിഭാഗത്തിൽ നിന്ന് 2014 ഡിസംബർ 31 അതിനു മുമ്പോ ഇന്ത്യയിലെത്തിയവർക്ക് അപേക്ഷിക്കാം. അപേക്ഷ സ്വീകരിക്കുന്നത് ഓൺലൈനിലൂടെ മാത്രമായിരിക്കും. ഇതിനായി പ്രത്യേകം വെബ് പോർട്ടൽ സജ്ജമാക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. 2019 ഡിസംബറിൽ പാർലമെന്റ് പാസാക്കിയ CAA ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യാൻ മോദി സർക്കാരിന് 4 വർഷവും 3 മാസവും വേണ്ടിവന്നുവെന്ന് കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി ധ്രുവീകരണം ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ CAA വിജ്ഞാപനം ഇറക്കിയതെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആരോപിച്ചു. ഇലക്ടർ ബോണ്ട് വിഷയത്തിൽ നിന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള നടപടിയാണിതെന്നും ജയറാം രമേശ് കൂട്ടിച്ചേർത്തു. കേരളത്തിൽ പൗരത്വ നിയമ ഭേദഗതി നിയമം നടപ്പിലാക്കില്ലെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വർഗീയ വിഭജന നിയമത്തെ കേരളം ഒന്നിച്ച് എതിർക്കും. മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളെ 2ാം തരം പൗരന്മാരായി കണക്കാക്കുന്നതാണ് പൗരത്വ നിയമ ഭേദഗതി നിയമമെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. CAAയിൽ പ്രക്ഷോഭമുണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ പറ്റുമോ എന്ന ശ്രമം ആണ് കേന്ദ്രത്തിൻ്റേതെന്നും തെരഞ്ഞെടുപ്പിൽ അതിനെതിരായ വിധിയെഴുത്തുണ്ടാകുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. CAA പെട്ടെന്ന് നടപ്പിലാക്കില്ലെന്ന് കേന്ദ്രം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയതാണെന്നും അതിനാൽ തന്നെ കേന്ദ്ര വിജ്ഞാപനം നിലനിൽക്കാത്തതെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് വിഭജനത്തിൻ്റെ രാഷ്ട്രീയമാണ് BJP പുറത്തെടുക്കുന്നതെന്ന് പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കാൻ കോൺഗ്രസും UDFും അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിയമം ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണെന്നും നിയമപരമായും ജനങ്ങളെ അണിനിരത്തിയും നിയമത്തിനെതിരെ മുന്നോട്ടു പോകുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ. പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യ സഖ്യം ഭരണത്തിൽ വരുന്നതോടെ അറബിക്കടലിലേക്ക് വലിച്ചെറിയുമെന്നും മനുഷ്യനെ വേർതിരിക്കുന്ന ഈ നിയമം നടപ്പിലാക്കാൻ ശരീരത്തിൽ രക്തമുള്ള കാലത്തോളം അനുവദിക്കില്ലെന്നും KPCC പ്രസിഡന്റ് K സുധാകരൻ. പൗരത്വ നിയമ ഭേദഗതി നിയമം 2024 പ്രാബല്യത്തിൽ വന്നതായുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വിജ്ഞാപനത്തിന് പിന്നാലെ കേരളത്തിൽ DYFIയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രതിഷേധം. സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ DYFI പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. മലബാർ എക്സ്പ്രസും മാവേലിയും തടഞ്ഞാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി UDF മണ്ഡല തലങ്ങളിൽ ഇന്ന് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കും. ഇലക്ടർ ബോണ്ട് കേസിൽ നരേന്ദ്രമോദിയുടെ ഡൊണേഷൻ ബിസിനസ് ഉടൻ പുറത്തുവരുമെന്ന് രാഹുൽ ഗാന്ധി. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും അഴിമതികളിൽ ഒന്നാണ് ഇലക്ടർ ബോണ്ട് സംവിധാനമെന്ന് തെളിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇലക്ടർ ബോണ്ട് കേസിൽ വിവരങ്ങൾ നൽകാൻ സമയം നീട്ടി നൽകണമെന്ന SBIയുടെ അപേക്ഷ തള്ളിയ സുപ്രീം കോടതി വിവരങ്ങൾ ഇന്ന് തന്നെ കൈമാറണമെന്ന് ഉത്തരവിട്ടിരുന്നു. DRDO തദ്ദേശീയമായി വികസിപ്പിച്ച ആണവായുധ പ്രഹരശേഷിയുള്ള അഗ്നി 5 മിസൈലിൻ്റെ പരീക്ഷണം വിജയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മിഷൻ ദിവ്യാസ്ത്ര എന്ന പേരിൽ MIRV സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നടത്തിയ പരീക്ഷണം ഒറ്റ മിസൈൽ ഒന്നിലധികം പ്രദേശങ്ങളിൽ ആക്രമിക്കുവാൻ സാധിക്കുമോ എന്നതായിരുന്നു. ഇതോടെ MIRV സാങ്കേതിക വിദ്യയുള്ള ചുരുക്കം രാജ്യങ്ങളുടെ ഗണത്തിലേക്ക് ഇന്ത്യ എത്തി. കേരളത്തിൽ റമളാൻ വ്രതം ഇന്ന് മുതൽ. പൊന്നാനിയിലും കാപ്പാടും മാസപ്പിറവി കണ്ടതോടെ കോഴിക്കോട് ഖാളി മുഹമ്മദ് കോയ തങ്ങൾ ജമാലുല്ലൈമി റമളാൻ വ്രതാരംഭം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു.
മാർച്ച് 15 മുതൽ ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഒരു ഗഡു വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന ധനവകുപ്പ്. മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു. ഏപ്രിൽ മാസം മുതൽ പെൻഷൻ വിതരണം കൃത്യമായി നടപ്പാക്കുമെന്നാണ് ധനവകുപ്പ് പറയുന്നത്. ദേഹാസ്വസ്ഥതയെ തുടർന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മന്ത്രി കാർഡിയാക് ICUവിൽ നിരീക്ഷണത്തിലാണ്. ആരോഗ്യനില സംബന്ധിച്ച് മറ്റ് വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. 2024-25 അധ്യയന വർഷത്തെ സ്കൂൾ പാഠപുസ്തകത്തിൻ്റെ സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം ഇന്ന്. പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പാഠപുസ്തകങ്ങൾ മെയ് മാസം ആരംഭത്തിൽ കുട്ടികൾക്ക് ലഭ്യമാക്കാൻ ആവശ്യമായ ഒരുക്കങ്ങൾ നടന്നു വരികയാണ്. NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മാർച്ച് 15 പത്തനംതിട്ടയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. 19 പാലക്കാട് നടക്കുന്ന റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുക്കും. നേരത്തെ മാർച്ച് 15 പാലക്കാടും 17 പത്തനംതിട്ടയിലും മോദി എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.